കുളിക്കുവാൻ പോയ വീട്ടമ്മയെ കാട്ടാന ചവിട്ടിക്കൊന്നു. ഇടുക്കി ജില്ലയിലെ പെരുവന്താനം ചേന്നാപ്പാറ കൊമ്പൻപാറ ഭാഗത്ത് നെല്ലിവിള പുത്തൻ വീട്ടിൽ ഇസ്മയിലിന്റെ ഭാര്യ സോഫിയയാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ വൈകുന്നേരം 5:30യോടെയായിരുന്നു സംഭവം. മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റിൽ നിന്നും മൃതദേഹം കാഞ്ഞിരപ്പള്ളിയിലെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് കൈമാറും. വീടിന് സമീപത്തെ അരുവിയിലേക്ക് കുളിക്കാൻ പോയതായിരുന്നു സോഫിയ. ഏറെ നേരമായിട്ടും അമ്മയെ കാണാത്തതിനെ തുടർന്ന് മകൻ അന്വേഷിച്ചെന്നപ്പോൾ അരുവിക്ക് സമീപം ആനയുടെ ചവിട്ടേറ്റ് മരിച്ച നിലയിൽ സോഫിയെ കാണപ്പെടുകയായിരുന്നു. ആന അലറി ചിഹ്നം വിളിക്കുന്ന ശബ്ദം കേട്ട് ഇതിന് സമീപത്തായി കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചതോടെ ഏറെ വൈകിയാണ് നാട്ടുകാർക്ക് സോഫിയയുടെ മൃതദേഹത്തിനടുത്തെത്താൻ സാധിച്ചത്. കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മ മരിച്ചതോടെ മേഖലയിൽ ജനങ്ങൾ കടുത്ത പ്രതിഷേധത്തിലായിരുന്നു. ജില്ലാ കളക്ടർ അടക്കമുള്ള ഉന്നതാധികാരികൾ സ്ഥലത്തെത്താതെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ലെന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ. ഇതിനാൽ രാത്രി ഏറെ വൈകി മൃതദേഹം ഇവിടെ നിന്നും നീക്കാൻ സാധിച്ചില്ല. രാത്രിയിൽ നാട്ടുകാരെ അനുനയിപ്പിക്കാനുള്ള പോലീസിന്റെ ശ്രമവും വിജയിച്ചില്ല. തഹസിൽദാരെ സ്ഥലത്തെത്തിച്ച് നാട്ടുകാരെ അനുനയിപ്പിക്കാനുള്ള ശ്രമവും വിജയിച്ചില്ല. കളക്ടർ എത്തിയ ശേഷമാണ് മൃതദേഹം മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പെരുവന്താനം ചെന്നാപ്പാറയിൽ കാട്ടാന ചവിട്ടി കൊലപ്പെടുത്തിയ നെല്ലിവിള പുത്തൻ വീട്ടിൽ സോഫിയ ഇസ്മയിലിന്റെ മൃതദേഹം മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും രാവിലെ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയതിനു ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന.